അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കബീർ ഹിമമയാണ്. കുമ്പടാജ ചക്കുടലിലെ ഹനീഫയോടൊപ്പമാണ്. റമളാനിന്റെ അവസാന സമയത്ത് നമ്മൾ ഇരു കിഡ്നിയും നഷ്ടപ്പെട്ട് വേദനയോടെ കരയുന്ന ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അറിയിച്ചു. ആ അറിയിച്ചത് പ്രകാരം നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനുള്ള സ്വന്തം ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം, അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും സഹായിക്കണേ പ്രിയപ്പെട്ടു. റമളാന്റെ അവസാന സമയമായതുകൊണ്ട് പലരും വീഡിയോ അറിയാതെ നോക്കാതെ അത് വിട്ടുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് ഇനി സമയങ്ങളില്ല. ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹനീഫ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയല്ല ഹനീഫയുടെ ആരോഗ്യം ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിന് മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് തേടുന്നത്. ഇത്രയൊക്കെ നിങ്ങൾ തന്ന് സഹായിച്ചു. ഇനിയും പരമാവധി കഴിയുന്നവർ എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് തന്ന് സഹായിക്കണം. ഡയാലിസിന് പോയിട്ട് പറ്റണില്ല, നല്ലോണമായിപ്പോയി ഡയാലിസ് ചെയ്തിട്ട്. ഇതിനേക്കാൾ ഉഷാറുണ്ടായിരുന്നതാണ്. ഇപ്പം ഡയാലിസ് ചെയ്തിട്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. എല്ലാവരും നിങ്ങളാൽ കഴിയുന്നത് പടച്ചോനെ ഓർത്ത് നിങ്ങളെ സഹായിക്കണം. നമുക്ക് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ ദയവ് ചെയ്ത് കമ്മിറ്റി അംഗങ്ങളൊക്കെ എന്റെ കൂടെയുണ്ട്. നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ഹനീഫിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഒരു കാരണവശാൽ നിങ്ങൾ തട്ടിമാറ്റരുത്. നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പരമാവധി മഹല്ലടിസ്ഥാനത്തിലും നാട്ടിലെയും വിദേശത്തുള്ള എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. യുവാക്കളെ, നിങ്ങൾ ഈ പ്രിയപ്പെട്ട ഹനീഫിനെ നിങ്ങളൊന്ന് കാണണം. നിങ്ങളെപ്പോലെ പ്രായമുള്ള യുവാവാണ്, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ആരോഗ്യം നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു നാട് മുഴുവനും യാചിച്ച് കരയുന്നത്. ഈ നാട് വിചാരിച്ചത് 35 ലക്ഷം പൂർത്തിയാക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണ്ടേ? അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം. ക്ലബ്ബുകൾ ഏറ്റെടുക്കണം. പ്രവാസികളെ, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നിങ്ങൾ ഏറ്റെടുക്കണം. നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയൊരു വീഡിയോ ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. പണമയക്കുന്ന പ്രിയപ്പെട്ടവരോട് ദയവ് ചെയ്ത് ഒരു വിഷയം പറയാനുള്ളത്, ഗൂഗിൾ പേ ഒക്കെ ബ്ലോക്ക് വരും. UPI ഇടപാടുകളിൽ എപ്പോഴും ബ്ലോക്കാണ് വരുന്നത്. അതുകൊണ്ട് പരമാവധി സ്കാനർ ഉപയോഗിക്കണം. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആരോടും എല്ലാവരോടും പറയണം സ്കാനർ ഉപയോഗിച്ച് പണം അയക്കാൻ. എന്നാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. 35 ലക്ഷം എന്ന ടാർഗറ്റ് നമുക്ക് വലിയ വിഷയമൊന്നുമല്ല. മലയാളികൾക്ക് അത് വിഷയമാണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ബാങ്ക്